കടുത്ത ഉറക്കമില്ലായ്മയെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദം പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലെ ഏറ്റവും കൂടുതൽ അമ്മമാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഈയൊരവസ്ഥ. ആരെയും കൊല്ലാൻ പോലും പഠിക്കാത്ത അത്ര ദേഷ്യവും ഇറിറ്റേഷനും. അങ്ങനെയുള്ള സമ്മർദ്ദത്തെ തുടർന്ന് 6 മാസം പ്രായമുള്ള തൻ്റെ കുഞ്ഞിനെയും കൈകളിൽ പിടിച്ചുകൊണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഒരു യുവതി ഫ്ലാറ്റിൻ്റെ 6ാം നിലയിൽ നിന്ന് ചാടി ജീവനൊടുക്കി. ആ കുഞ്ഞിനെ കൊല്ലണമെന്നൊന്നും ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടും സ്ട്രെസ്സും തൻ്റെ ജീവിതത്തിനെ വല്ലാതെ വലറ്റുന്നുവെന്ന് മനസ്സിലാക്കിയ ഒരമ്മയാണ് കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കി ആർക്കും ഭാരം കൊടുക്കാതിരിക്കാൻ സ്വന്തം ചുമരിലേക്ക് എടുത്തത്. ഹൈദരാബാദിലെ മിയാപൂരിൽ മയൂരി നഗറിലെ ലക്ഷ്മി പ്രസ്റ്റീജ് അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചിരുന്ന 37 വയസ്സുകാരിയായ ഇഷ സാഹു എന്ന യുവതിയാണ് ഈ ദാരുണമായ പടിയേറ്റം നടത്തിയത്. എന്നാൽ വീഴ്ചയുടെ ആഘാതത്തിനിടയിൽ അമ്മയുടെ കൈകളിൽ നിന്ന് തെന്നിമാറി താഴേക്ക് വീണ കുഞ്ഞ് ചെറിയ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സംഭവം നടന്നയുടൻ തന്നെ അപ്പാർട്ട്മെൻറ്റിലെ താമസക്കാരും അടിയന്തര രക്ഷാപ്രവർത്തകരും ഓടിയെത്തി. കുഞ്ഞിനെ KPHBയിലെ ലോട്ടസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. കുഞ്ഞ് നിലവിൽ പൂർണ്ണമായും അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ വിശദമാക്കിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായതിൻ്റെ ആശ്വാസത്തിലാണ് നിലവിൽ ആശുപത്രി അധികൃതരും ബന്ധുക്കളും. എന്നാൽ കെട്ടിടത്തിൽ മുകളിൽ നിന്ന് താഴേക്ക് വീണ ഇഷ സാഹുവിന് തലയിലടക്കം അതീവ ഗുരുതരമായ പരിക്കുകൾ ഏൽക്കുകയും സംഭവസ്ഥലത്ത് വച്ച് തന്നെ മരണം സംഭവിക്കുകയുമായിരുന്നു. കെട്ടിടത്തിൽ നിന്ന് പെട്ടെന്നൊരു വീഴ്ചയുടെ ശബ്ദം കേട്ടാണ് അപ്പാർട്ട്മെൻറ്റിലെ മറ്റ് താമസക്കാർ ഓടിക്കൂടുന്നത്. രക്തത്തിൽ കുളിച്ചു കിടന്ന ഇഷയെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം ഇഷ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഉറക്കമില്ലായ്മ ഉൾപ്പെടെയുള്ള കടുത്ത ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടിയിരുന്നു. പ്രസവാനന്തര ശാരീരിക മാറ്റങ്ങളും ജോലി സംബന്ധമായ മറ്റ് പ്രശ്നങ്ങളും ആക്കം കൂട്ടിയത്. ദീർഘനാളായുള്ള ഈ ഉറക്കക്കുറവ് വരെ രീതിയിലുള്ള മാനസിക വിഷമങ്ങളിലേക്കും കടുത്ത വിഷാദ രോഗത്തിലേക്കും നയിച്ചിട്ടുണ്ടാകാമെന്ന് പോലീസ് സംശയിക്കുന്നു. എങ്കിലും ഈ ദാരുണമായ സംഭവത്തിന് നയിച്ച യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ച് ഇപ്പോൾ പൂർണ്ണമായും വ്യക്തത വന്നിട്ടില്ല. പോലീസ് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കൃത്യമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങളിൽ നിന്നും മറ്റ് സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ വിവരം ശേഖരിച്ചിട്ടുണ്ടെന്നാണ്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷിക്കാനെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കുഞ്ഞിനെയും കൊണ്ടെടുത്ത് ചാടുമ്പോൾ ആ മാനസികാവസ്ഥ എന്തായിരിക്കാമെന്ന് ഊഹിക്കാം. ഇപ്പോൾ പ്രസവിച്ചു കിടക്കുന്ന അമ്മമാർക്കോ അല്ലെങ്കിൽ ഇനി അങ്ങനെയുള്ള അമ്മമാർക്കോ ഇത് മനസ്സിലാകില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ അവസ്ഥയാണ് അവരെ ഇവിടെ കൊണ്ട് എത്തിക്കുന്നത് എന്നതാണ് ഏറ്റവും യഥാർത്ഥ വശം.